റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹ മാതൃകകളിൽ ഏറ്റവും ഉജ്ജ്വലമായി നിൽക്കുന്ന, പ്രവാചകന്റെ കാലം മുതൽ ഇന്ന് വരെ വിമർശിക്കപ്പെടുന്ന വിവാഹങ്ങളിലൊന്നാണ് സൈനബ ബിൻത്ത് ജഹ്ഷുമായുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം. അത് വലിയ ഒരു മാതൃകയായിരുന്നു, വലിയ മാതൃക. ലോകത്തെ ഇന്ന് വരെ ആദർശത്തിന് വേണ്ടി ഇത്ര വലിയ ത്യാഗം സഹിച്ചൊരു മാതൃക നമുക്ക് കാണാൻ കഴിയില്ല. അതിലും ലൈംഗികതയെ തിരയുന്ന ആളുകളോട് ചരിത്രത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അടിത്തറകളിലേക്ക് കടന്നു പോകണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സൈനബ് ബിൻത്ത് ജഹ്ഷ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകളാണ്. പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്ത് അഹ്സാബിലെ 4-ാമത്തെ വചനത്തിലൂടെ അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന 2 നികൃഷ്ടമായ സമ്പ്രദായങ്ങളില്ലാതെയാക്കുകയാണ്. ആ സമ്പ്രദായങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് മറ്റൊന്നുമല്ല, അന്ന് അവിടുത്തെ പുരുഷാധിപത്യപരമായ ഉണ്ടായിരുന്ന അക്കാലഘട്ടത്തിലെ ആൺകോയ്മയുടെ വലിയ വിചിത്രമായ 2 സമ്പ്രദായങ്ങൾ. ആ സമ്പ്രദായങ്ങൾ, ഒന്ന് സ്വന്തം മാതാവിനെ തീരുമാനിക്കുക എന്ന സമ്പ്രദായമാണ്. നീ എൻ്റെ മാതാവാണെന്ന് പറയാം, നീ ഇന്നു മുതൽ എൻ്റെ മാതാവാണെന്ന് പറയുക, എന്നിട്ട് ഇനി മാതാവുമായുള്ള ബന്ധമാണ് നിന്നോടെന്ന് പറയാം. അതെന്തിനാ ആണുങ്ങൾ ചെയ്യണത്? അവർക്ക് വേണ്ടാതെയാകുന്ന തങ്ങളുടെ ഭാര്യമാരോടാണിത് പറയുക. സൗന്ദര്യം നശിച്ച ഭാര്യമാർ, വാടകത്തെക്കത്തിലേക്ക് കടന്നു വരുന്ന ഭാര്യമാർ, അവരുടെ മക്കളെ ഇവർക്ക് വേണം താനും, അവരെ വേണ്ടതാനും. അതുകൊണ്ട് എന്താ പറയുക? ലിഹാർ ചെയ്തു, ഇന്നു മുതൽ നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ്, നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ് എന്ന് പറയും. അതുവഴി എന്താകും? മാതൃപുതൃബന്ധമായി. പിന്നെ അവർ ശാരീരിക ബന്ധമല്ല, ആ രൂപത്തിലൊന്നുമില്ല, പക്ഷേ മക്കൾ കൂടെ ഉണ്ടാകും. അവർക്ക് മക്കൾ എന്നത് വലിയ സമ്പത്തായി കരുതിയിരുന്ന ആളുകൾ. മാതാവിനെ സ്വന്തം തീരുമാനിക്കുക എന്ന വിചിത്ര സമ്പ്രദായം, അതോടൊപ്പം തന്നെ മക്കളെ സ്വന്തം തീരുമാനിക്കുക. ആരെങ്കിലും തങ്ങളുടെ കേവല ദത്തുപുത്രന്മാരല്ല, മറിച്ച് ആ സ്വന്തം വളർത്തുന്ന മക്കൾ എൻ്റെ മകനാണ് എന്ന് തീരുമാനിക്കുകയും മക്കളുടെ മുഴുവൻ അവകാശങ്ങളും നൽകുകയും അവരുടെ മാതാപിതാക്കളുടെ അവകാശങ്ങൾ മുഴുവനും നിഷേധിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം മക്കയിലുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ദത്തുപുത്രൻ ഉണ്ടായിരുന്നു. ഈ 2 സമ്പ്രദായങ്ങളെയും നിരോധിക്കപ്പെടേണ്ടതാണ് എന്ന് ഇസ്ലാം തീരുമാനിച്ചു. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. എൻ്റെ മാതാവിനെ തീരുമാനിക്കുന്നത് പടച്ചവനാണെങ്കിൽ എൻ്റെ മക്കളെയും തീരുമാനിക്കുന്നത് പടച്ചവനാ. എൻ്റെ മാതാവിനെ തീരുമാനിക്കാൻ എനിക്ക് അവകാശമില്ലെങ്കിൽ എൻ്റെ മക്കളെയും തീരുമാനിക്കാൻ എനിക്ക് അവകാശമില്ല. ആരെയും അനാഥകളെ സംരക്ഷിക്കാം, മക്കളെപ്പോലെ പോറ്റാം, പക്ഷെ അവരെ മക്കളായി തീരുമാനിക്കുക പടച്ചതമ്പുരാൻ ചെയ്യേണ്ട പണിയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഈ 2 സമ്പ്രദായങ്ങളെയും നിരോധിച്ചു. ആ നിരോധിക്കുമ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇതെങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന പ്രശ്നം. മറ്റ് ലിഹാർ സമ്പ്രദായം ഇനി ചെയ്യരുതെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ദത്തുപുത്ര സമ്പ്രദായം എന്നത് പ്രത്യേകിച്ച് അവിടെ അതിശക്തമായ വേരുകളുണ്ടായിരുന്ന സമ്പ്രദായം. ആ സമ്പ്രദായം ഇല്ലാതെയാകണമെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകണം. നടപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നടപ്പാക്കാനാണ് പടച്ചവൻ തീരുമാനിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നടപ്പാക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അമ്മായിയുടെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹ, അവർ ഉന്നത കുലജാതയായ സൈനബ് റളിയല്ലാഹു അൻഹ, ആ സൈനബുമായി സയ്യിദ് എന്ന വിരൂപനായ സ്വഹാബിയായ മനുഷ്യനുമായുള്ള വിവാഹം നിശ്ചയിക്കുവാൻ വേണ്ടി, വിവാഹത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. പ്രവാചകൻ അവിടെ വലിയ ചില ഇസ്ലാമികമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുവാനാണ് ലക്ഷ്യമിട്ടത്. അവർ തമ്മിലുള്ള വൈവാഹിക ജീവിതത്തിലൂടെ ഉന്നതനും അധമനും എന്നുള്ള രൂപത്തിലുള്ള യാതൊരു രൂപത്തിലുമുള്ള പരിഗണനയില്ലാത്ത വിവാഹങ്ങൾ നടക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചു. പക്ഷേ ആ വൈവാഹിക ബന്ധം ഏറെക്കാലം നീണ്ടു നിന്നില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദത്തുപുത്രനായി അറിയപ്പെട്ടിരുന്നയാൾ, ചെറുപ്പകാലഘട്ടത്തിലെ പ്രവാചകന്റെ സംരക്ഷണത്തിൽ വന്നയാൾ. അങ്ങനെ സൈനബിനെ വിവാഹം ചെയ്തു കൊടുത്തെങ്കിലും ആ വൈവാഹിക ബന്ധം സ്വാഭാവികമായും
അവർക്ക് തമ്മിൽ ഒത്തുപോകാൻ കഴിയാത്തതുകൊണ്ട് വിവാഹമോചനത്തിൽ കലാശിച്ചു. ഈ സന്ദർഭത്തിലാണ് സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ ദത്തുപുത്ര സമ്പ്രദായത്തിന്, മക്കളെ സ്വയം തീരുമാനിക്കുന്ന സമ്പ്രദായത്തിന് അറുതി വരുത്തുവാൻ വേണ്ടി തീരുമാനിച്ചത്. അറുതി വരുത്തുന്നതിൻ്റെ ഭാഗമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ സമൂഹം ഏറ്റവും നികൃഷ്ടമായി കരുതിയിരുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അതെന്താ? ദത്തുപുത്രൻ്റെ ഭാര്യയെ നീ വിവാഹം ചെയ്യണം. ആ സമൂഹം നികൃഷ്ടമായി കരുതിയിരുന്ന കാര്യം, ആ സമൂഹം തെറ്റായി കരുതിയിരുന്ന കാര്യം, ആ സമൂഹം ഒരു കുറ്റമായി കരുതിയിരുന്ന കാര്യം തീർച്ചയായും അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ആ സമൂഹം കുറ്റമായി കരുതിയിരുന്ന കാര്യം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആദർശത്തിന് വേണ്ടി, ആദർശം നടപ്പാക്കാൻ വേണ്ടി സമ്പത്ത് കൊടുക്കാൻ പറഞ്ഞാൽ മുഴുവൻ സമ്പത്തും കൊടുക്കാൻ ചിലപ്പോൾ ചരിത്രത്തിൽ പലരും സന്നദ്ധമായിട്ടുണ്ടാകും. ആദർശത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ പറഞ്ഞാൽ ആ ജീവൻ കൊടുക്കാൻ സന്നദ്ധമായ ഒരുപാട് അനുഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് പറയാനുണ്ടാകും. പക്ഷെ ഒരു ആദർശം നടപ്പാക്കാൻ വേണ്ടി സ്വന്തം അഭിമാനം കൊടുക്കണമെന്ന് പറഞ്ഞാൽ, അഭിമാനത്തെ പൂർണ്ണമായി ഒരു ആദർശത്തെ നടപ്പാക്കുന്നതിന് വേണ്ടി വന്നാൽ ബലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതിന് സന്നദ്ധമാകാൻ ഏറെ പേർക്ക് കഴിഞ്ഞെന്ന് വരില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു ആവശ്യപ്പെട്ടത് അതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത് അതാണ്. എന്താ കാര്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തിൽ ഒരു കളങ്കവും ആരോപിക്കുവാൻ, ഒരു കളങ്കവും ആ ധാർമ്മിക വ്യക്തിത്വത്തിൽ ആരോപിക്കുവാൻ അതുവരെ മക്ക മുശ്രിക്കുകളുടെ, ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ പക്കലില്ല. പ്രവാചകനെതിരെ പറഞ്ഞ ആളുകൾക്ക്, പ്രവാചകന്റെ ആദർശത്തിനെതിരെ പറഞ്ഞ ആളുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തി ജീവിതത്തെക്കുറിച്ച്, ധാർമ്മിക ജീവിതത്തെക്കുറിച്ച് ഒരു കളങ്കമെങ്കിലും ഉള്ളതായി ആർക്കും പറയാനില്ല. അങ്ങനെയുള്ള ആളുകൾ വെറുത്തിരുന്ന, അവർ എതിർത്തിരുന്ന, അവർ ശരിയല്ല എന്ന് വിശ്വസിച്ചിരുന്ന ദത്തുപുത്രൻ്റെ മകളെ, ദത്തുപുത്രൻ്റെ ഭാര്യയെ നീ വിവാഹം ചെയ്യണമെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും അത് മറച്ചുവെച്ചു. അള്ളാഹുവിൻ്റെ വ്യക്തിപരമായ വഹി മറച്ചുവെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാനസികമായി പ്രയാസമുണ്ടായി എന്നർത്ഥം. അവിടെയാണ് അള്ളാഹുവിൻ്റെ കൃത്യമായ കൽപ്പനയുണ്ടാകുന്നത് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ. ആ വചനങ്ങളിലൂടെ അള്ളാഹു ശക്തമായി പറഞ്ഞു, നീ ഹൃദയത്തിൽ മറച്ചു വെച്ചത് വെളിപ്പെടുത്തുവാൻ അള്ളാഹു ഇതാ പോകുന്നു. നീ നിന്റെ ദത്തുപുത്രൻ്റെ മകളായി, ഭാര്യയായി അറിയപ്പെട്ടിരുന്ന സൈനബിനെ വിവാഹം ചെയ്യണം. അതോടുകൂടി ദത്തുപുത്ര സമ്പ്രദായത്തിന് അടിവേരറുകയാണ്. അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തതാണ് പടച്ച തമ്പുരാൻ. ഇങ്ങനെ ഓരോ വിവാഹങ്ങൾക്ക് പിന്നിലും, പ്രവാചകന്റെ വിവാഹങ്ങൾക്ക് ഓരോന്നിന് പിന്നിലും വലിയ മാനവികമായ ലക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ദത്തുപൗത്രത്വം എന്നത് ഇന്നും ഒരു കച്ചവടമായി മാറുന്ന, ഇന്നും അത് വലിയൊരു കോക്കസും വലിയ കച്ചവടവും വലിയൊരു ബിസിനസ്സുമെല്ലാമായി മാറുന്ന പുതിയ കാലഘട്ടത്തിൽ സ്വന്തം മാതാപിതാക്കൾ ആരാണ് എന്നറിയാനുള്ള മനുഷ്യരെന്നുള്ള നിലക്കുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ, ആ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്ന, ആ അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്ന രൂപത്തിൽ ദത്തുപുത്ര കോക്കസും അത് വലിയ ഒരു സാമ്പത്തിക സ്രോതസ്സുമായി മാറുന്ന ഇക്കാലഘട്ടത്തിൽ ഇസ്ലാം അവിടെ പഠിപ്പിച്ച അടിസ്ഥാനപരമായ തത്വങ്ങൾ, അതിൻ്റെ മാനവികത നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുകയാണ്. ആ മാനവികത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ, ആ മാനവികതയുടെ നടപ്പാക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈനബുമായുള്ള വിവാഹത്തിൽ നമുക്ക് കാണാൻ കഴിയും.